പൂക്കി മുഖ്യമന്ത്രിയുടെ വിസ്മയങ്ങൾ തുടരുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത വിസ്മയം കാണാൻ കടന്നു വരൂ. നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഒന്ന് പോയി വരാം. ആരാണ് ഈ സമര ഗേറ്റ് അടച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ CM സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നതാണ് സതീശേട്ടൻ പറഞ്ഞത്. എന്നിട്ട് ആ ഗേറ്റ് അടച്ചു വെച്ചിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലേക്ക് വരണോ? ബാമക്കളെ ബാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ ആളുകളെല്ലാം കൂടെ കയറി വലിയ ബഹളമാണ്. ചില ക്രമീകരണങ്ങൾ വേണ്ടി വരും. ക്രമീകരണം വേണമെന്നാ സതീശേട്ടൻ പറഞ്ഞു കൊടുത്തേ അങ്ങോട്ട്. പിണറായി ഗവൺമെന്റ് പോലെയല്ല സതീശേട്ടന്റെ ഗവൺമെന്റ്. നമ്മളെപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. പറഞ്ഞു കൊടുക്കുക ചെയ്യണം. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ 2018 ഓർഡർ നിലനിൽക്കുകയാണ്. ഇപ്പൊ നിലനിൽക്കുക. അത് മാറ്റാനൊരു ഗവൺമെന്റ് ഓർഡർ തന്നെ വേണം. സതീശേട്ടാ പിന്നെയും ചതിച്ച. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് പിണറായി സർക്കാരിന്റെ പോലെയല്ല മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ട്, പൊതുജനങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് എപ്പോ വേണമെങ്കിലും വരാന്ന്. അപ്പൊ അതൊക്കെ ചുമ്മാതായിരുന്നു. ഇതിപ്പോ എത്രാമത്തെ ചതിയാണ് സതീശേട്ടാ? വണ്ടികളുടെ മോഡിഫിക്കേഷൻ, സ്ത്രീകൾക്ക് എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും KSRTC സൗജന്യ യാത്ര, ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ വിലക്ക്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു പൂക്കി സാറേ? അദ്ദേഹം നുണ പറയുന്നു എന്നുള്ള ഒരു ആക്ഷേപമല്ല, അതൊരു വസ്തുതയാണ്. 2 ആഴ്ച മുമ്പേ എന്തായിരുന്നു ഇവിടുത്തെ ആഘോഷം? പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കണ്ടോടാന്ന് പറഞ്ഞിട്ട് നാടുനീള ആഘോഷം. വാതിലുകൾ ജനങ്ങൾക്ക് മുന്നിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പൊതുജനത്തിന് മുന്നിലോ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വസ്തുത. എല്ലാം ഓർമ്മകൾ മാത്രമായി ഏതോ നേരത്തെ വിങ്ങലായി. ആ ഫ്ലക്സ് ഇനിയെങ്കിലും എടുത്ത് മാറ്റുമോ പോക്കി സാറേ? ഒരു കാര്യവും നടക്കണില്ലെങ്കിലും തള്ളിനും തുണയ്ക്ക് മാത്രം ഒരു കുറവ്. മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഞാനടക്കമുള്ള ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതരായി ആരുമില്ല. നല്ല പ്രസംഗല്ലേ, രോമാഞ്ചം വരില്ലേ? പക്ഷെ അത് അങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. ആദ്യത്തെ 2 ആഴ്ച മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാൻ രക്തങ്ങനെ തിളക്കായിരുന്നു. പിന്നെ ആ മൂടൊക്കെ അങ്ങ് പോയി. പിന്നെ പൂക്കി സാറിന്റെ ടീമിന് ആളുകൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിത്രേ. ഇതിപ്പോ 24 മണിക്കൂറും ആളുകൾ തിങ്ങിക്കേറി അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു മാധ്യമങ്ങൾ ഇങ്ങനെ വിലക്കരുതെന്ന്. ഭരണം കിട്ടുമ്പോൾ പറഞ്ഞു എല്ലാവരും കയറി വായോന്ന്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരാൾ ഇവിടെ എടുക്കരുത്, അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമ പ്രവർത്തകർ പോലും പെർമിഷൻ എടുത്തിട്ട് അകത്തേക്ക് വന്നാൽ മതി. നിങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്? ഞങ്ങൾ അതിന്റെ ഇടയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിന്റെ നന്ദി പ്രമേയത്തിന്റെ ചർച്ച, വൈറ്റ് പേപ്പറിന്റെ അവതരണം, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഞങ്ങൾ നുണ പറഞ്ഞാലും നിലപാട് മാറ്റാലും പറഞ്ഞത് തിരുത്തി പറഞ്ഞാലും അയ്യോ ഞങ്ങളെ ആരും വിമർശിക്കരുതേ, ഞങ്ങളെ ആരും ക്രൂശിക്കരുതേ എന്ന് ഞങ്ങൾ ഹണിമൂൺ പീരീഡിലാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നോ എന്ന് സംശയവും. നുണേശനുള്ള വിളി മാറി വരുമായിരുന്നു. അപ്പൊ വീണ്ടും ഇങ്ങനെ പറ്റിക്കാനായിരുന്നെങ്കിൽ കുറച്ചു ദിവസത്തിന് വേണ്ടി മാത്രം വിലക്ക് മാറ്റിയത് എന്തിനായിരുന്നു? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിനെങ്കിലും ഒരു ഉത്തരം തരും. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് തരാം. ഓ ശരി സർ, സമയം തന്നിരിക്കുന്നു, മറുപടി തരുമോ? ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണസിരാ കേന്ദ്രത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങനെ അറിയാൻ നിൽക്കണ്ട. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സാറിന് അത് ഇഷ്ടമില്ലാന്ന് സാരം. ഇല്ല സതീശൻ